പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചകളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ ഉറച്ച് കോക്രോച്ച് ജനതാ പാർട്ടി 7 ദിവസത്തിനുള്ളിൽ രാജിവെച്ചില്ലെങ്കിൽ രാജ്യവ്യാപക പ്രക്ഷോഭമെന്നാണ് CJPയുടെ മുന്നറിയിപ്പ്. അതിനിടെ ഈ മാസം നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നുവെന്ന പ്രചാരണം വ്യാജമാണെന്ന് വിശദീകരിച്ച് NTA രംഗത്തെത്തി. CBSEയുടെ 12ാം ക്ലാസ് പരീക്ഷ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഡൽഹി ജന്തർ മന്ദറിലെ പ്രതിഷേധം വെറും സാമ്പിൾ മാത്രമെന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വിശദീകരണം. ഒരാഴ്ചയ്ക്കകം പേപ്പർ ചോർച്ചയുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ പ്രക്ഷോഭം രാജ്യവ്യാപകമായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. വിദ്യാഭ്യാസ മേഖലയെ ശുദ്ധീകരിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചേ തീരുവെന്നാണ് CJPയുടെ നിലപാട്. ഇന്നലെ വൈകിട്ട് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ മുംബൈയിലെ വീട്ടിലേക്ക് മടങ്ങി. അടുത്തയാഴ്ച വീണ്ടും ഡൽഹിയിലേക്ക് എത്തിയേക്കും. അതിനിടെ ഈ മാസം 21-ന് നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നെന്ന പ്രചാരണം NTA തള്ളി. തെറ്റായ പ്രചാരണങ്ങൾക്ക് പിന്നിൽ തട്ടിപ്പ് റാക്കറ്റുകളാണെന്നാണ് വാദം. സൈബർ പ്രശ്നങ്ങൾ മൂലം പലതവണ നീട്ടിവെച്ച CBSEയുടെ 12ാം ക്ലാസ് പരീക്ഷാ പുനർമൂല്യനിർണ്ണയത്തിന് വിദ്യാർത്ഥികൾക്ക് ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.